ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അഴുക്കായി കിടക്കുന്ന കറ പിടിച്ച് കിടക്കുന്ന ഷൂസൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്താലോ. അപ്പോൾ തമ്പനെയിൽ കണ്ട അതേ ആൾ തന്നെയാണ് കേട്ടോ, ഇത് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ആൾ കുറച്ച് കാലം പുറത്തായിരുന്നു, മഴയത്തും ചെളിയിലൊക്കെ കിടന്നുകൊണ്ടാണ് ആ കോലമായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയ്ക്കും വൃത്തിയാക്കി എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റാണ്. അപ്പോൾ നല്ല അഴുക്കുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പഴയൊരു പാത്രം എടുത്തത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓളം വരുന്ന കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ 1 രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാമ്പു അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ. ഒരു നാരങ്ങയോ അല്ലെങ്കിൽ അരമുറി നാരങ്ങയോ മതി. ഞാൻ എന്തായാലും ഒരു നാരങ്ങ ഫുള്ളും എടുക്കുന്നുണ്ട്. നല്ല അഴുക്കുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാനൊരു നാരങ്ങ മുഴുവനായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പരന്ന പാത്രം എടുക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. പരന്ന പാത്രമാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളും ഞാനിതിലോട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്നത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ബ്ലീച്ചിങ് പൗഡർ, അഥവാ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അളവൊന്നുമില്ല, നല്ല അഴുക്കുള്ളത് കൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്താണ്. നിങ്ങൾക്ക് കുറച്ച് ചെറിയ അഴുക്കൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വീണ്ടും ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേർത്തായിരുന്നു, പിന്നീട് കുറച്ച് ചേർത്തത് ഞാൻ വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു വടിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇത്ര വെള്ളമേ ഉള്ളൂ. ഇതിൽ തന്നെ 2 ഷൂസിന് മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതായത് ക്ലോറിനൊക്കെ കട്ട പിടിച്ച് നിൽക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ 2 ഷൂസും എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അഴുക്കുണ്ട് ഉള്ളിലൊക്കെ, കുറേ കാലമായി മഴയത്ത് കിടക്കുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ 2 ഷൂസും നമ്മളിതിലോട്ട് മുക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കരിമ്പനും അതുപോലെ തന്നെ ചെളിയും ഒക്കെ പിടിച്ചിട്ട് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മുക്കി ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഓർമ്മയില്ലാതെ പെട്ടെന്ന് മുക്കി കൊടുത്താണ്. ഗ്ലൗസ് ഇടുക, ക്ലോറിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ 2ഉം ഫുള്ളായിട്ട് മുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊന്തി വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഒരു വെയിറ്റ് മുകളിൽ വെച്ച് കൊടുക്കാം, എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് കിടക്കും. ഞാനൊരു കപ്പ് വെള്ളമാണ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള ചളിയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ കറകൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷോ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നല്ല പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ നല്ല ചളിയുള്ളത് കൊണ്ട് കുറച്ച് നേരം ഉരയ്ക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും എന്തായാലും നന്നായിട്ട് ഉരച്ച് കൊടുക്കണം, എന്നാലേ അതെല്ലാം തന്നെ പോവുള്ളൂ. മൊത്തം കുതിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. ഈ ഹീൽസിലൊക്കെ ഉള്ള ലൈന് പോലെ കാണുന്നുണ്ടോ, അതിലൊക്കെ ചെളിയുണ്ട്. അതിലൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ഉരച്ച് കളയുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി പിന്നെയും നുരച്ചെടുക്കണം, കാരണം അത്രയ്ക്ക് ചളിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വലിയൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.